ഈ ആദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയൊന്നുമല്ല. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ആദ്യം ഒരു നല്ല കഥ കണ്ടെത്തണം. ആ കഥ പ്രൊഡ്യൂസേഴ്സിനും ആക്ടേഴ്സിനും വർക്ക് ആവണം. അങ്ങനെ വർക്ക് ആവണമെങ്കിൽ ആദ്യം ആ പ്രൊഡ്യൂസറെയും ആക്ടറെയും ഒന്ന് നേരിട്ട് കാണാൻ കിട്ടണം. അങ്ങനെ കാണാൻ കിട്ടണമെങ്കിൽ കുറെ കാലം അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. സോ നമുക്ക് അത് നിർത്താം, എന്നിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോ പറഞ്ഞു വന്നത്, ഇവിടെ എല്ലാ വർഷവും പുതിയ പുതിയ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, പുതിയ സംവിധായകരും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 2023 തന്റെ ആദ്യ സിനിമയുമായി വന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ച ചില പുതുമുഖ സംവിധായകരെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ഫിൽമി ടോക്സ് മെമ്പേഴ്സിന് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. അരുൺ വർമ്മ KP ഗരുഡൻ. മേജർ രവിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ തുടങ്ങിയ ഒരാളാണ് അരുൺ വർമ്മ. എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഒരുപോലെ ആരാധകരുള്ള ഒരു ഫിലിം ജോണറാണ് ത്രില്ലർ സിനിമകൾ. എന്നാലും മലയാളത്തിൽ ത്രില്ലറുകൾ പൊതുവെ കുറവാണ്. അതിന്റെ മെയിൻ കാരണം ഒരു ത്രില്ലർ സിനിമ കൊണ്ട് ഹിറ്റ് അടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ അഞ്ചാം പാതിര വമ്പൻ ഹിറ്റ് ആയപ്പോ അതിന്റെ ചുവട് പിടിച്ചു വന്ന ത്രില്ലർ സിനിമകളുടെ ചാകരയില് എത്ര എണ്ണം വിജയിച്ചു എന്ന് നമ്മൾ കണ്ടതാണല്ലോ. എല്ലാ ഭാഷയിലുള്ള ത്രില്ലർ സിനിമകളും സീരീസുകളും ഒക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന മലയാളികളെ ട്വിസ്റ്റ് കൊണ്ട് ഞെട്ടിക്കുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയൊന്നുമല്ല. നെട്ടിച്ച് തീർച്ചയായിട്ടും ആ ഒരു ടാസ്ക് ഏറ്റെടുത്ത് അത് സക്സസ് ആക്കിയിരിക്കുകയാണ് തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ അരുൺ വർമ്മ. പുള്ളിയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫനാണ് മിഥുൻ മാനുവൽ തോമസിനെ സ്ക്രിപ്റ്റ് എഴുതാൻ സജസ്റ്റ് ചെയ്യുന്നത്. മിഥുനും കഥ കേട്ട് ഇഷ്ടപ്പെടുകയും ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് വൃത്തിക്ക് ചെയ്തെടുക്കുകയും ചെയ്തു. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സ്ക്രിപ്റ്റ് എഴുതുന്ന ത്രില്ലർ സിനിമ എന്ന പേര് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ചില്ലറ പോരായ്മകളൊക്കെ പലർക്കും ചൂണ്ടിക്കാണിക്കാമെങ്കിലും അരുണിന്റെ മേക്കിംഗ് തന്നെയാണ് സിനിമയെ കൂടുതൽ പൊലിപ്പിച്ചത്. പടം അത്യാവശ്യം ത്രില്ലിംഗ് ഒക്കെ ആയിരുന്നു. തിയേറ്ററിലും പടം ഹിറ്റായി മാറി. സുരേഷ് ഗോപിയെ വീണ്ടും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തിച്ചു ഗരുഡൻ. ജിത്തു മാധവൻ രോമാഞ്ചം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ചുമ്മാതെ അങ്ങ് വന്നിട്ട് ഒരു സർപ്രൈസ് ഹിറ്റ് അടിച്ച സിനിമയാണ് രോമാഞ്ചം. സിനിമയ്ക്ക് കുറച്ചെങ്കിലും ഒരു ഹൈപ്പ് നേടിക്കൊടുത്തത് ആദരാഞ്ജലി നേരട്ടെ എന്ന സുഷിന്റെ ട്രെൻഡിങ് പാട്ടായിരുന്നു. പാട്ട് റീൽസിൽ ഉണ്ടാക്കിയ അതേ ഓളം ആദ്യ സിനിമ കൊണ്ട് തന്നെ ജിത്തു മാധവന് തിയേറ്ററുകളിലും ഉണ്ടാക്കാൻ പറ്റി. സിനിമയെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് സിനിമയുടെ സിറ്റുവേഷൻ കോമഡികളാണ്. ബാംഗ്ലൂരിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ് സിനിമയുടെ ബേസിക് ഐഡിയ. അത് പിടിച്ചാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നത്. സിനിമയുടെ ആദ്യ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം തന്നെ ഏതാണ്ട് അതിലേക്ക് വേണ്ട ആർട്ടിസ്റ്റുകളെ ജിത്തു കണ്ടെത്തിയിരുന്നു എന്ന് മാത്രമല്ല അവരുടെ കൂടെ ആയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള പുള്ളിയുടെ താമസം. ഒരു 1.5 ആഴ്ച അവരുടെ കൂടെ ചെലവഴിച്ച ശേഷമാണ് ഇവരൊക്കെ എങ്ങനെ പെരുമാറും, ഇവരൊക്കെ എങ്ങനെ സംസാരിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ കിട്ടിയതും അത് വെച്ച് അടുത്ത ഡ്രാഫ്റ്റിലേക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോയതും. ആ ഒരു ഹോംവർക്ക് സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഹൊറർ സിനിമകൾ സാധാരണ എന്താണ് ചെയ്യാറ്? പേടിപ്പിച്ച് വിറപ്പിക്കും അല്ലെ? പക്ഷേ രോമാഞ്ചം നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഒക്കെ കാരണം ഒരുപാട് വൈകിയും ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്തൊക്കെയാണ് രോമാഞ്ചം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഏതോ ഒരു പുതിയ സംവിധായകൻ ഏതോ കുറെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്ന ഒരു പടം എന്ന ലെവലിലാണ് രോമാഞ്ചം തിയേറ്ററുകളിലേക്ക് എത്തിയത്. പടം വൻ ഹിറ്റ് ആയതോടുകൂടി ജിത്തു മാധവന്റെ അടുത്ത സിനിമ ഏതാണെന്നായി എല്ലാവരുടെയും നോട്ടം. ആ ഒരു ഒറ്റ ഫാക്ടർ കൊണ്ട് തന്നെ പുള്ളി ഇപ്പോ ഫഹദിനെ നായകനാക്കി ചെയ്യുന്ന ആവേശത്തിന് വേണ്ടി പ്രേക്ഷകരാകെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ആദ്യ സിനിമയിലൂടെ തന്നെ അമ്മാതിരി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പുതുമുഖ സംവിധായകൻ. റോബി വർഗീസ് രാജ്, കണ്ണൂർ സ്ക്വാഡ്. സിനിമാറ്റോഗ്രാഫറായിട്ട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും റോബി വർഗീസ് രാജ് ആദ്യ സിനിമ ചെയ്യുന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. അതും ചുമ്മാ ഒരു ആദ്യ സിനിമയല്ല, മമ്മൂക്കയെ വെച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ കണ്ണൂർ സ്ക്വാഡ്. മമ്മൂക്ക മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മികച്ച പുതുമുഖ സംവിധായകരുടെ കൂട്ടത്തിൽ മറ്റൊരു ഗംഭീര സംവിധായകൻ. റോബി വർഗീസിന്റെ ബ്രദറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ റോണി വർഗീസ് ഈ കഥ ആദ്യം പറയുന്നത് ജോർജിന്റെ അടുത്താണ്. തീർത്തും സ്വാഭാവികം. അവിടുന്ന് നേരെ മമ്മൂട്ടിയിലേക്ക്. ഞാൻ എന്തിന് ഈ സിനിമ ചെയ്യണം? ആദ്യം തന്നെ റോണിയോട് മമ്മൂട്ടി ഇതാണ് ചോദിക്കുന്നത്. റോണി കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചും അത് ഫോം ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ചും ഒക്കെ മമ്മൂക്കയ്ക്ക് വൃത്തിയിൽ പറഞ്ഞു കൊടുത്തു. മുഴുവൻ കഥ കേട്ട് മമ്മൂക്ക ചോദിച്ചു, സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ആയോ? ഇവർക്ക് ആദ്യമേ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. എന്നാലും മമ്മൂക്ക പറഞ്ഞു, ആരും വേണ്ട, ഞാൻ തന്നെ ഈ പടം ചെയ്തോളാം. അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി അഭിനയിച്ച കണ്ണൂർ സ്ക്വാഡ് തിയേറ്ററുകളിലേക്ക് എത്തി. ഈ സിനിമയ്ക്ക് പിന്നില് ചെറിയൊരു മാസ് റിവഞ്ച് കൂടിയുണ്ട്. റോബിയുടെയും റോണിയുടെയും അച്ഛൻ മമ്മൂക്കയെ നായകനാക്കി 1989 മഹായാനം എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ജോഷി സാർ ആയിരുന്നു അതിന്റെ സംവിധായകൻ. പടം അത്യാവശ്യം ഓടിയെങ്കിലും സിനിമ പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കിയത് വൻ നഷ്ടമാണ്. അതോടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ അവർക്ക് നാട് വിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം അതേ മമ്മൂക്കയെ വെച്ച് ആ പ്രൊഡ്യൂസറിന്റെ മക്കൾ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂർ സ്ക്വാഡിന്. അതും മമ്മൂക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട്. റോണി തന്നെ ഇക്കാര്യങ്ങൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്തായാലും റോബി വർഗീസ് രാജിന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. അത് കണ്ണൂർ സ്ക്വാഡിന്റെ അടുത്തൊരു കേസ് ആണെങ്കിൽ
ഹൈപ്പങ്ങ് മാനത്തെത്തും. നഹാസ് ഹിദായത്ത് RDX വലിയ രീതിയിൽ ഹിറ്റായതും നിങ്ങളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ഷോർട്ട് ഫിലിമാണ് കളർ പടം. ആ ഷോർട്ട് ഫിലിമിന്റെ ടൈറ്റിലാണ് നഹാസ് ഹിദായത്ത് എന്ന പേര് മലയാളികൾ ആദ്യമായി കാണുന്നതും ശ്രദ്ധിക്കുന്നതും. പിന്നീട് ആ പേര് കാണുന്നത് കഴിഞ്ഞ വർഷം കണ്ട ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായ RDX. പഠിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി എറണാകുളത്ത് സിനിമ ചെയ്യാൻ നടക്കലായിരുന്നു നഹാസിന്റെ പണി. സർവൈവ് ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു ഷോപ്പിൽ ജോലിക്ക് കയറുകയും ആ ഷോപ്പിൽ വന്ന ആനന്ദം, പൂക്കാലം സിനിമകളുടെയൊക്കെ ഡയറക്ടർ ഗണേഷ് രാജിനെ പുള്ളി പരിചയപ്പെടുകയും ചെയ്തു. നഹാസ് ഗണേഷിന്റെ അടുത്ത് തന്റെ ആഗ്രഹം പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക എന്നതാണ് അപ്പോഴത്തെ നഹാസിന്റെ ലക്ഷ്യം. ഗണേഷ് പറഞ്ഞത് പ്രകാരം പുള്ളി ബേസിൽ ജോസഫിന്റെ അടുത്തെത്തി. ബേസിൽ ആദ്യം ചോദിക്കുന്നത് ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക് കാണിക്കാനാണ്. കാണിക്കാൻ അന്ന് നഹാസിന്റെ കയ്യിൽ വർക്കൊന്നുമില്ല. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 2. ഇത്രയും കാലമായിട്ടും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു. സാഹചര്യം ഇല്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്, ബേസിൽ പറഞ്ഞു. ഇച്ചിരി ഡൗൺ ആയ നഹാസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് 4-5 ദിവസം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതും കൊണ്ട് വീണ്ടും ബേസിലിന്റെ അടുത്തേക്ക്. നിന്റെ ഷോർട്ട് ഫിലിമിന്റെ മേന്മ കൊണ്ടല്ല, നീ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി, അതിൽ നിന്റെ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നഹാസ് ബേസിലിന്റെ അസിസ്റ്റന്റ് ടീമിലേക്ക് എത്തി. പിന്നീട് മിന്നൽ മുരളിയുടെ റൈറ്ററായ ജസ്റ്റിൻ മാത്യു വഴിയാണ് നഹാസ് പ്രൊഡ്യൂസർ സോഫിയ പോളിലേക്ക് എത്തുന്നത്. അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നത് കുറച്ച് വലിയ കഥയാണ്. ആ കഥ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് വേറൊരു തിയേറ്ററിൽ വർക്കാകാൻ ചാൻസ് ഉള്ള ഒരു കഥ പറയാൻ സത്യത്തിൽ അപ്പോൾ നഹാസിന്റെ കയ്യിൽ ഒരു കഥയും ഉണ്ടായിരുന്നില്ല. പിന്നെ മുന്നിലുള്ളത് നല്ലൊരു ചാൻസ് ആണ്, അത് മിസ്സാക്കാനും പറ്റില്ല. അങ്ങനെ നഹാസ് നടന്ന സംഭവം എന്ന രീതിയിൽ ഒരു ഐഡിയ പറഞ്ഞു. അത് ഇംപ്രസീവായി തോന്നിയ സോഫിയ പോൾ ഓക്കെ നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേന്ന് ഫ്ളാറ്റിൽ ചെന്ന നഹാസ് കാണുന്നത് സോഫിയ പോളും ഫുൾ ഫാമിലിയും കഥ കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതാണ്. സത്യത്തിൽ നഹാസിന്റെ കയ്യിൽ ആ ഐഡിയക്ക് അപ്പുറത്തേക്ക് പറയാൻ ഒരു കഥ ഉണ്ടായിരുന്നില്ല. എന്നാലും പുള്ളി അവിടെ ഒരു കഥ അങ്ങ് പറഞ്ഞു. അതാണ് RDX മലയാള സിനിമയിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ ആരും മറന്നു കാണാനിടയില്ല. ഒരു പുതുമുഖ സംവിധായകൻ തന്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഏത് ലെവലിലായിരുന്നു. എന്തായാലും അതൊക്കെ ഓവർകം ചെയ്ത് പടം തിയേറ്ററുകളിലേക്ക് എത്തിച്ച് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളിൽ ഒന്നാക്കുന്നത് വരെയുള്ള നഹാസിന്റെ ആ യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പുള്ളിയുടെ അടുത്ത പടത്തിലെ വലിയ വലിയ പേരുകളാണ് കേൾക്കുന്നത്. എന്തായാലും ആദ്യ സിനിമ തന്നെ ഇത്രയും വമ്പൻ സ്കെയിലിൽ ചെയ്ത് വിജയിപ്പിച്ച നഹാസിന്റെ പേര് മലയാള സിനിമയിൽ വരാൻ പോകുന്ന പല ബിഗ് ബഡ്ജറ്റ് സിനിമകളിലും നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. തമർ KV 1001 നുണകൾ. ഗൾഫിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് പറ്റിയ കഥയ്ക്ക് വേണ്ടിയിട്ട് തമർ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇടയ്ക്കിടെ ഗൾഫിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താറുള്ള, അതിൽ പങ്കെടുക്കാറുള്ള പുള്ളിക്ക് അതിൽ നിന്നൊരു ഐഡിയ തോന്നുകയും അതിലൊരു സിനിമയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോ സംഭവിച്ച സിനിമയാണ് 1001 നുണകൾ. തമർ ദുബായിൽ ഒരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വന്ന സംവിധായകൻ സലീം അഹമ്മദിനെ പരിചയപ്പെടുകയും ഈ കഥ കേട്ടപ്പോ പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുകയുമായിരുന്നു. സിനിമയുടെ ഏതാണ്ട് 80% ഷൂട്ട് ചെയ്തത് ഒരു ലൊക്കേഷനിൽ തന്നെയാണ്. പിന്നെ സിനിമയിൽ ആകെയുള്ളത് 12 പേരും. ആ 12 പേരെ ഏതാണ്ട് 2000-ഓളം ആളുകളിൽ നിന്നാണ് ഓഡിഷൻ ചെയ്ത് തിരഞ്ഞെടുത്തത്. ആർട്ടിസ്റ്റുകൾ ഏറെക്കുറെ എല്ലാവരും പുതിയതായിരുന്നാലും സിനിമയുടെ ടെക്നീഷ്യൻസ് എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. തല്ലുമാലയൊക്കെ എഡിറ്റ് ചെയ്ത നിഷാദ് യൂസഫും സിനിമാറ്റോഗ്രാഫർ ജിതിൻ സ്റ്റാൻസലാസും ഒക്കെ അതിന് ഉദാഹരണം. ഞാൻ ഈ പടം IFFKയിലാണ് കാണുന്നത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പടം. പിന്നീട് ഈ പടം തിയേറ്ററിലാണോ OTTയിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. OTTയിലാണെന്ന് തോന്നുന്നു ഈ പടം റിലീസ് ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേര് ഈ പടം കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഗംഭീര പടമാണ്. ഒരു പുതിയ സംവിധായകനാണെന്ന് ഒരിടത്തും നമുക്ക് തോന്നാത്ത ക്വാളിറ്റി മേക്കിംഗ് ആണ് സിനിമയുടേത്. കഴിഞ്ഞ വർഷം മലയാള സിനിമയിലേക്ക് കടന്നു വന്നവരിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സംവിധായകരിൽ ഒരാളാണ് തമർ. നിതീഷ് സഹദേവ് ഫാമിലി ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പരിചിതമായ പേരാണ് നിതീഷ് സഹദേവ്. മെഗ്നീറ്റോ എന്ന ഷോർട്ട് ഫിലിം വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു അടുത്ത് തന്നെ ഇയാളിൽ നിന്നൊരു സിനിമ പ്രതീക്ഷിക്കാമെന്ന്. ആ പ്രതീക്ഷ തെറ്റിയില്ല. നിതീഷ് അങ്ങനെ തന്റെ ആദ്യ സിനിമ ചെയ്യുകയും ആ സിനിമയിലൂടെ ഹിറ്റ് അടിക്കുകയും ചെയ്തു. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് രസമുള്ള ഒരു ടൈറ്റിൽ ആയിരുന്നു ഫാലിമി എന്നത്. ഫാമിലി എന്നാണോ ഫാലിമി എന്നാണോ എന്ന് ഉറപ്പിക്കാൻ ഒന്നുകൂടെ വായിച്ചു നോക്കേണ്ട കുറച്ചു കൺഫ്യൂസിംഗ് ആയ പേര്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഒടുക്കം ആ പേരിൽ ചെന്നവർ ലാൻഡ് ചെയ്തത്. ഈ സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് സംവിധായകൻ ജൂഡ് ആന്റണി ആയിരുന്നു. പുള്ളിയുടെ ഒരു സജഷൻ ആയിരുന്നു ടൈറ്റിലിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടുവരിക എന്നത്. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം വന്ന പേരാണ് ഫാലിമി. ഷൂട്ട് തുടങ്ങാൻ ഏതാണ്ട് 10 ദിവസം ബാക്കി ഉണ്ടായിരുന്നപ്പോഴാണ് അന്ന് ആ സിനിമ നിന്നു പോകുന്നത്. ബേസിലിന് മുന്നേ നിതീഷ് ആന്റണി വർഗീസ്, അതായത് നമ്മുടെ പെപ്പയെ വെച്ചിട്ടായിരുന്നു ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. ചെറിയ ചെറിയ കൺഫ്യൂഷന്റെ പുറത്ത് അന്നത് നടക്കാതെ വരികയും ബേസിൽ പടത്തിലേക്ക് ഇന്നാവുകയും ചെയ്തു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ, ജൂഡും ആന്റണിയും തമ്മിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ബേസിൽ വന്നതോടെ കഥയിലെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ ഇന്നീ കണ്ട സിനിമയുടെ രൂപത്തിലേക്ക് സിനിമ എത്തി. ഒരു സാധാരണ മലയാളി കുടുംബത്തെ വളരെ നോർമൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ബാധ്യതകളുള്ള, അതുപോലെ തന്നെ ഈഗോയുള്ള ഒരു സാധാരണ മലയാളി കുടുംബകഥ. അതുകൊണ്ട് തന്നെ സിനിമ മെജോറിറ്റി ഓഡിയൻസിനും പേഴ്സണലി കണക്ട് ആവുകയും ഫാമിലി
ഫാമിലി ഓഡിയൻസിനെ കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ ആയതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള തിരുവനന്തപുരംകാർക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി പടം. ചെറിയ ബഡ്ജറ്റിൽ വന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ആയി മാറി. ഫാമിലി കോമഡി സിനിമകൾ എന്ന മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സിനിമ സ്പേസിലേക്ക് നിതീഷ് സഹദേവ് എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ പേര് പതിച്ചു ഫാലിമിയിലൂടെ. സ്റ്റെഫി സേവിയർ, മധുര മനോഹര മോഹം. ഒരുപാട് സിനിമകൾക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് 8 വർഷത്തോളമായി മലയാള സിനിമയിലുള്ള നമുക്കൊക്കെ ഏറെ പരിചിതമായ ഒരു പേരാണ് സ്റ്റെഫി സേവിയർ. സിനിമയിലുള്ള പുള്ളിക്കാരിയുടെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം സംവിധാനം ചെയ്ത ആദ്യ സിനിമ തന്നെ ഒരു സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത്. എസ്ര ചെയ്യുന്ന സമയത്താണ് സ്റ്റെഫി ആദ്യമായി തനിക്ക് സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹത്തെ പറ്റി തുറന്ന് പറയുന്നത്. ആദ്യം സ്റ്റെഫി സംവിധാനം ചെയ്യാനിരുന്നത് വേറൊരു കഥയായിരുന്നു. ഏതാണ്ട് 2018 മുതൽ സ്റ്റെഫിയും ഒരു ഫ്രണ്ടും അതിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഓണാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് വളരെ കൃത്യമായിട്ട് കോവിഡ് വരുന്നതും ആ സിനിമയുടെ ജോലികൾ അവിടെ വെച്ച് നിൽക്കുന്നത്. ആ കോവിഡ് സമയത്താണ് പുള്ളിക്കാരിയുടെ സുഹൃത്തുക്കളായ മഹേഷ് ഗോപാലും ജയ് വിഷ്ണുവും ഒരു സ്ക്രിപ്റ്റ് പുള്ളിക്കാരിക്ക് വായിക്കാൻ കൊടുക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ എക്സൈറ്റഡ് ആയ സ്റ്റെഫി അതിൽ നല്ലൊരു സിനിമ കണ്ടു. ആദ്യം കഥ പറയുന്നത് രജിഷ വിജയനോടാണ്. രജിഷ കഥ കേട്ട് ഓക്കെ അടിച്ചതോടെ ബാക്കി പരിപാടികൾ പെട്ടെന്ന് നടക്കുകയും പടം ഓൺ ആവുകയും ചെയ്തു. മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥ തന്നെയാണ് മധുര മനോഹര മോഹവും പറയുന്നത്. അതും കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയുള്ള ഒരു ഫാമിലിയുടെ. വളരെ ലൈറ്റ് ആയിട്ടുള്ള കോമഡികളാണ് സിനിമയെ ഇത്രയും വർക്കാക്കി മാറ്റിയത്. കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കുടുംബ അന്തരീക്ഷം കോമഡിയിലൂടെ പറയുന്നത് എല്ലാ കാലത്തും വർക്കാവുന്ന ഒരു ഫോർമുലയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ സ്റ്റെഫിക്കായി. നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള ഒരു ഫാമിലി സിനിമ വന്നു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർ ഒരു കാലത്തും ആ സിനിമകളെ കൈവിട്ട് കളയാറില്ല. അങ്ങനെ കഴിവുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നതിലുപരി വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രം സംവിധായകരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സ്റ്റെഫി സേവിയർ ഒരു മികച്ച സംവിധായിക എന്ന നിലയിലും പേരെടുത്തു മധുര മനോഹര മോഹത്തിലൂടെ. രോഹിത് എം ജി കൃഷ്ണൻ, ഇരട്ട. സിനിമ ചെയ്യാനുള്ള തന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് പലരോടും അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ചാൻസ് ചോദിച്ച് നടന്ന ഒരാളാണ് രോഹിത്. പക്ഷേ പുള്ളിക്ക് അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു സിനിമ അങ്ങനെ ഒത്തു വന്നില്ല, ചാൻസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു വഴിയായി ഷോർട്ട് ഫിലിമിനെ കണ്ടിട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ഇന്നലെ. അതിൽ അഭിനയിച്ചത് സംവിധായകൻ തരുൺ മൂർത്തിയായിരുന്നു. 2015 ചെയ്ത ആ ഷോർട്ട് ഫിലിമിന് അത്യാവശ്യം ഫെസ്റ്റിവൽ വേദികളും ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടി. അത് രോഹിത്തിന് കൊടുത്തത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ പുള്ളി ഫീച്ചർ ഫിലിമിനുള്ള സ്ക്രിപ്റ്റുകൾ എഴുതി തുടങ്ങി. 9 to 5 ജോലിയുള്ള സമയത്ത് തന്നെയാണ് പുള്ളി ഇതിനിടയിൽ സ്ക്രിപ്റ്റും എഴുതുന്നത്. പുള്ളി രാവിലെ ഒരു 7-7:30 വീട്ടിൽ നിന്നിറങ്ങും. ഏതാണ്ട് 30 കിലോമീറ്റർ ട്രാവൽ ഉണ്ട് ഓഫീസിലേക്ക്. ബൈക്കിലാണ് യാത്ര. ഒരു സീൻ അങ്ങോട്ട് പോകുമ്പോൾ വർക്ക് ചെയ്യും, വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കും, രാത്രി അതങ്ങ് എഴുതും. അങ്ങനെ എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ് ഇരട്ടയുടേത്. സ്ക്രിപ്റ്റ് എഴുതി തീർത്തിട്ടും അത് ചെയ്യാനുള്ളൊരു പ്രൊഡ്യൂസറിനെ തപ്പി രോഹിത് ഒരുപാട് നടന്നു. എവിടെയും സംഭവം വർക്കാവുന്നില്ല. ഒടുക്കം സാജിദ് യാഹിയ സിനിമയുടെ കഥ കേൾക്കുകയും പുള്ളിക്കാരന് അത് ഇഷ്ടപ്പെടുകയും ഈ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കും ഏതാണ്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഒരുപാട് സിനിമാക്കാരുടെ ജീവിതത്തിൽ വില്ലനായി വന്ന കൊറോണ ഇവിടെയും വില്ലനായി അവതരിക്കുന്നത്. കോവിഡ് മാറി കാര്യങ്ങൾ വീണ്ടും സാധാരണഗതിയിലായി തുടങ്ങിയപ്പോഴേക്കും സാജിദ് യാഹിയ മറ്റൊരു സിനിമയുടെ തിരക്കിലായിപ്പോയി. അപ്പോഴാണ് ജോജു ഈ സിനിമ താൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ജോജു ഇന്നായതോടെ സിനിമയും വലുതായി. ജോജുവിന്റെ തന്നെ സജഷൻ ആണ് സിനിമയിലെ ജോജുവിന്റെ ഇരട്ട വേഷം. ഒരുപാട് സിനിമകൾ ഡയറക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടറെ പോലെയാണ് രോഹിത് ഇരട്ട ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സിമ്പിൾ കഥയല്ല ഇരട്ടയുടേത്. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയൊക്കെ ആയിട്ട് ഒത്തിരി കോംപ്ലിക്കേഷനുകളും ലെയറുകളും കോംപ്ലക്സ് ഇമോഷൻസും ക്യാരക്ടേഴ്സും ഒക്കെയുള്ള ഒരു സിനിമയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ ചെയ്യുന്ന പോലെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് രോഹിത്. പേരിലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ഒരു കൗതുകമുണ്ടായിരുന്നു. ഡയറക്ഷൻ പോലെ തന്നെ ഇരട്ടയുടെ സ്ക്രിപ്റ്റും വന്നാണ്. ആരാണ് കില്ലർ എന്ന സിനിമയുടെ അവസാനം വരെ നമുക്ക് ഒരു ഐഡിയയും കിട്ടിയിരുന്നില്ല. നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതും ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിരുന്നു സിനിമയുടെ ക്ലൈമാക്സ്. പടം തിയേറ്ററുകളിൽ അത്ര വലിയൊരു വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്നാലും അത്യാവശ്യം ബിസിനസ് നടന്ന പടമാണ് ഇരട്ട. അതെന്തൊക്കെ തന്നെ ആണെങ്കിലും പടം ഗംഭീരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുധി മാഡിസൺ, നെയ്മർ. ഈ പെറ്റ്സിനെ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വൻ ടാസ്ക് പരിപാടിയാണ്. ഒരു പട്ടിയോട് ചെന്നിട്ട് അഭിനയിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഇത് ഇമോഷണൽ സീനാണ്, ഇത് ഫൺ സീനാണ്, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പണി വൃത്തിക്ക് ചെയ്ത് ആദ്യ സിനിമ തന്നെ ഹിറ്റടിച്ച സംവിധായകനാണ് സുധി മാഡിസൺ. ഓപ്പറേഷൻ ജാവയുടെ പ്രൊഡ്യൂസറായ പത്മ ഉദയാണ് നെയ്മർ നിർമ്മിച്ചിരിക്കുന്നത്. ജാവയ്ക്ക് ശേഷം അവിടെ വന്ന കഥകളൊക്കെ ഏതാണ്ട് ത്രില്ലർ സ്വഭാവമുള്ള ജാവയ്ക്ക് സിമിലർ ആയ കഥകളായിരുന്നു. അതിൽ നിന്നെല്ലാം ഡിഫറന്റ് ആയി സുധി ഒരു കഥ പറഞ്ഞതോടെ പടം പെട്ടെന്ന് ഓണായി. ഒരു നായയെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഇതിനു മുമ്പ് മലയാളത്തിൽ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ നെയ്മർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്
ഒരു നാടൻ നായയാണ് എന്നുള്ളതിലാണ്. കുട്ടികളും ഫാമിലി ഓഡിയൻസുമാണ് സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം വർക്കായ കോമഡികളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം തിയേറ്റർ ഹിറ്റായ സിനിമയായി നെയ്മർ മാറി. നിഖിൽ മുരളി പ്രണയവിലാസം, ഒരാളുടെ ആബ്സെൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട്. കേൾക്കാൻ രസമുള്ള ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇത് ഞാൻ പറഞ്ഞതല്ല, സംവിധായകൻ നിഖിൽ മുരളി പറഞ്ഞതാണ്. ആ പറഞ്ഞ ചിന്തയാണ് പുള്ളിയുടെ ആദ്യത്തെ സിനിമയുടെ ബേസിക് എലമെന്റ്. അതെ, പ്രണയവിലാസത്തിന്റെ തന്നെ. നിഖിൽ മുരളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി അതിന്റെ ആലോചനയിലായിരുന്നു. അപ്പോഴാണ് ജ്യോതിഷ്, സുനു എന്ന് പറയുന്ന രണ്ടുപേര് പുള്ളിയെ വിളിച്ച് ഒരു കഥ പറയുന്നത്. പുള്ളി വർക്ക് ചെയ്യുന്ന കഥയും ഇവർ വിളിച്ചു പറഞ്ഞ കഥയും തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്രണയം കൊണ്ട് നിറച്ചൊരു സിനിമയാണ് പ്രണയവിലാസം. പല ടൈപ്പ് പ്രണയങ്ങൾ, കോളേജ് പ്രേമം മുതൽ മുതിർന്ന ആൾക്കാരുടെ വരെ പ്രണയം. എന്തായാലും പടം ഇമോഷണലി ആൾക്കാരെ വല്ലാതെ ഹുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ ഒരു വിജയമായി മാറുകയും ചെയ്തു. അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിലേക്ക് കഴിഞ്ഞ വർഷം കടന്നു വന്ന, ഭാവിയിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ചില ഗംഭീര പുതുമുഖ സംവിധായകർ. സംവിധാനം സ്വപ്നം കണ്ട് നടക്കുന്നവർക്കൊക്കെ ഇവരുടെ ഈ വിജയം ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. അടുത്ത വർഷം ഇതുപോലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ കൂട്ടത്തില് നിങ്ങളുടെ പേരും ഉണ്ടാവട്ടെ. എന്തായാലും സംവിധാനം സ്വപ്നം കണ്ടിട്ട് പിന്നീട് മറ്റേതൊക്കെയോ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ഒത്തിരി പേർക്ക് ഇവരുടെ കഥ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി തന്നെയാണ്, ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എല്ലാം ശരിയാവും. അപ്പോൾ ഓക്കെ, ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വേണ്ടി വരാം. ഓക്കെ, ബൈ.